ഞാൻ ഈ ഒരു ബിസിനസ് ഒരു വാർഡ് മെമ്പറോന് ജില്ലാ പഞ്ചായത്ത് മെമ്പറോന്ന് എനിക്ക് ഓർമ്മയില്ല പറഞ്ഞു കൊടുത്ത്. അപ്പൊ ഇവർക്ക് ബിസിനസ് പറഞ്ഞു കൊടുത്തപ്പോ ഇയാൾ പറഞ്ഞ് എനിക്കിതൊന്നും വേണ്ട, ഞാനൊരു വാർഡ് മെമ്പറാ, എനിക്കിതൊന്നും പറ്റൂല, ഇതൊന്നും എന്നോട് പറഞ്ഞു തന്നിട്ട് കാര്യമില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, വാർഡ് മെമ്പർമാർ പല്ലേക്കൂലേ, വാർഡ് മെമ്പർമാർ കുളിക്കൂലേ, അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു പ്രൊഡക്റ്റ് നമ്മളെ കയ്യിലില്ല. ലാസ്റ്റ് ഇതൊന്നും എനിക്ക് പറ്റിയതല്ല, ഇതൊന്നും ഞാൻ ഉപയോഗിക്കാൻ പറ്റിയതല്ല എന്ന് പറഞ്ഞ ആള് 1500 രൂപയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങിയിട്ട് നമ്മൾ തിരിച്ചു വന്നത്. ഇന്നും അയാൾ എന്റെ സ്ഥിരം കസ്റ്റമറാണ്. നമ്മളത് പറഞ്ഞു കൊടുക്കുന്ന രീതി എന്നുവെച്ചാൽ വാർഡ് മെമ്പർ വല്ലേക്കൂല, നിങ്ങളെ നാട്ടിലുള്ള വാർഡ് മെമ്പർമാരൊന്നും വല്ലേക്കലില്ലേ, കുളിക്കലില്ലേ, അവിടെ പാത്രം കഴുകലില്ലേ, ബാത്റൂം കഴുകലില്ലേ? അപ്പൊ നല്ല പ്രൊഡക്റ്റുകൾ പരിചയപ്പെടുത്തി കൊടുത്തിട്ട് അവര് തീരുമാനങ്ങൾ എടുത്തോളൂ. വെരിക്കോസ് വെയിൻ എന്ന അസുഖം വന്ന് ബുദ്ധിമുട്ടി ഒരുപാട് ത്യാഗങ്ങൾ തയ്ക്കുന്ന സമയത്തായിരുന്നു ഈ ഉൽപ്പന്നങ്ങൾ ഞാൻ പരിചയപ്പെടുന്നത്. എന്ത് കിട്ടിയാലും കഴിക്കും, അങ്ങനെയുള്ള ഒരു അവസ്ഥയിലായിരുന്നു. കാരണം ഒരുപാട് ഹോസ്പിറ്റലുകളിൽ ഹോമിയോ ആയിട്ടും ആയുർവേദിക് ആയിട്ടും അലോപ്പതി ആയിട്ടും അപ്പൊ ആരെന്ത് പറഞ്ഞാലും ഞാനത് കഴിക്കും. അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു. വേദന കൊണ്ട് ബുദ്ധിമുട്ടിക്കുന്ന സമയത്ത് എനിക്ക് ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്തി എൻ്റെ ഒരു അയൽവാസിയാണ് പരിചയപ്പെടുത്തിയത്. അങ്ങനെ ഈ ഉൽപ്പന്നങ്ങൾ കഴിച്ച് കിടപ്പിലായ ഞാൻ ഒരാഴ്ച കൊണ്ട് എണീറ്റ് നടക്കാൻ പറ്റി. ബാത്റൂമില് ഒരാളുടെ സഹായം ഇല്ലാതെ എനിക്ക് പോകാൻ പറ്റി എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയായിരുന്നു. അങ്ങനെ ഞാനത് കണ്ടിന്യൂ ചെയ്തു. കാരണം എന്താ വെച്ചാൽ നമുക്കൊരു ഇത് മരുന്ന് കഴിക്കുമ്പോൾ നമുക്ക് മാറ്റങ്ങൾ വരുമ്പോൾ നമ്മൾ അതെന്തായും അതിനൊരു വിശ്വാസം കൂടി നമ്മളത് കറക്റ്റ് ആയിട്ട് കഴിക്കും. അതുപോലെ തന്നെ എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ ഞാനും അത് കറക്റ്റ് ആയിട്ട് കഴിച്ചു. 5 മാസം കറക്റ്റ് ആയിട്ട് കഴിച്ചതിന് ശേഷം എന്റെ വെരിക്കോസ് വെയിന് പറ്റ മാറി. അന്ന് മുതൽ ഇന്ന് വരെ വെരിക്കോസ് വെയിൻ എന്ന അസുഖം കൊണ്ട് ബുദ്ധിമുട്ടേണ്ടത് വന്നിട്ടില്ല. അതായത് ചില സമയങ്ങളിൽ കാലുവേദനയോ അങ്ങനെ ഒരുപാട് നടക്കുന്ന സമയങ്ങളിലൊക്കെ കാലുവേദന ഒക്കെ വരുമ്പോൾ നമ്മൾ ചാമ്പി തൈലം ഒന്നും ഉപയോഗിച്ചാൽ ആ വേദന അങ്ങ് മാറും. അതൊരു വെരിക്കോസ് വെയിൻ ആയിട്ടുള്ള ഒരു വേദനയായിട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് ഒരു മീറ്റിങ്ങിലുള്ള എല്ലാ ആളുകളോടും പറയാം, കറക്റ്റ് ആയിട്ട് വെരിക്കോസ് വെയിന് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് കൊടുക്കുകയാണെങ്കിൽ റിസൾട്ട് ഉറപ്പാണ്. അതൊരു ഉദാഹരണം ഞാൻ തന്നെയാണ്. അങ്ങനെ വെരിക്കോസ് വെയിന്റെ പ്രൊഡക്റ്റ് കഴിച്ച് അത് മാറിയതിന് ശേഷം എന്തായാലും ഞാനൊരു ടൈലറായിരുന്നു. തരുവണ ടൗണിൽ തന്നെ റെഡിമെയ്ഡ് ഷോപ്പിന്റെ കൂടെ തന്നെയായിരുന്നു ടൈലർ മേഖല ചെയ്തിരുന്നത്. അവിടെ വരുന്ന എല്ലാ ആളുകൾക്കും ഞാൻ എന്താ പറയാ, പിന്നെ ഞാൻ ടൈലർ മേഖലയേക്കാൾ കൂടുതൽ എന്താ പറയാ ഊന്നൽ കൊടുത്തത് വെരിക്കോസ് വെയിൻ ആർക്കൊക്കെ ഉണ്ട് അവരൊന്നും ഈ ഒരു അസുഖം കൊണ്ട് ബുദ്ധിമുട്ടരുത് എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു തീരുമാനം. അങ്ങനെ എല്ലാവരെയും കാര്യം ശ്രദ്ധിക്കും, വരുന്ന ആളുകൾക്കെല്ലാം ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഒരുപാട് ആളുകൾക്ക് ഇതിന്റെ റിസൾട്ടുകൾ കിട്ടി. എന്റെ ഈ ഒരു അയൽവാസി എനിക്ക് ഈ ഒരു ബിസിനസ്സോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞു തന്നില്ല. കൊറോണ സമയത്ത് ഈ പ്രൊഡക്റ്റുകൾ കിട്ടാതെ വന്ന് ഞാനിങ്ങനെ അവർക്ക് പൈസ കൊടുക്കും, സാധനങ്ങൾ വാങ്ങും, ഞാൻ MRP തന്നെ കൊടുക്കും. അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ എന്റെ ഭാഗ്യം എന്ന് പറയാ എന്താന്ന് വെച്ചാൽ ഐഡിയോ കാര്യങ്ങളോ ഒന്നും നിലനിന്നില്ല. എനിക്ക് പ്രൊഡക്റ്റ് ഒന്നും കിട്ടിയില്ല. അങ്ങനെ 3 കൊല്ലത്തോളം സംഭവങ്ങളൊന്നും കിട്ടാതെ ചോദിക്കുന്ന ആളുകളുടെ ചിലപ്പോ കിട്ടാനില്ല. നല്ല സാധനങ്ങൾ അങ്ങനെയാ, എന്താ വെച്ചാൽ നമ്മൾ വിചാരിക്കുന്ന സമയത്ത് പിന്നെ കിട്ടൂല എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞു മാറി. അതിന് 3 വർഷങ്ങൾക്ക് ശേഷം എന്റെ കടയില് ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഞാൻ MRPക്ക് കൊടുക്കുന്ന ഒരാൾക്ക് പറഞ്ഞു കൊടുത്ത്. അങ്ങനെ അവരെന്ത് ചെയ്ത് എന്നെ പരിചയപ്പെടുത്തിക്കൊട്ട് ഇത് പിന്നെ തരുവണയിൽ നിന്ന് ഒരു പെണ്ണ് ഇത് തരും, MRPക്ക് ഇത് വിൽക്കുക, ആ പെണ്ണ് നിങ്ങൾ ഈ ഒരു ബിസിനസ് പറഞ്ഞു കൊടുത്താൽ ഇത് നന്നായിട്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞ് അവരെന്റെ കടയിലേക്ക് വന്ന് എന്തായാലും ഈ ഉൽപ്പന്നങ്ങൾ കണ്ടപ്പോ എനിക്ക് സന്തോഷമായി. എന്ന് വെച്ചാൽ ഞാനിങ്ങനെ കൊതിച്ചു നിന്ന ഒരു ഉൽപ്പന്നങ്ങളായിരുന്നില്ല, അത്രക്ക് റിസൾട്ട് കിട്ടിയൊരു സംഭവം ആയതുകൊണ്ട് ഞാൻ അന്ന് തന്നെ 25,000 പ്രൊഡക്റ്റ് എടുത്ത് 25,000 പ്രൊഡക്റ്റ് എടുത്ത് കടയിൽ വെച്ച് ഹസ്ബൻഡ് കണ്ട ഉടനെ പറഞ്ഞ് ഇതിവിടെ നടക്കൂല, ഒരിക്കലും ഈ പ്രൊഡക്റ്റ് കടയിൽ വെക്കാൻ പറ്റില്ല, ഏത് കാര്യത്തിലൊന്ന് ചാടി കയറി പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് ആ പ്രൊഡക്റ്റ് വലിച്ചെറിയാൻ വേണ്ടി നോക്കിയാളാ. നമ്മള് വലിച്ചെറിയേണ്ട ആവശ്യമില്ല, പ്രൊഡക്റ്റ് അവർക്കൊന്ന് തിരിച്ചു കൊടുക്കുക, അത്രയും വിലേന്റെ സാധനം ഇതെന്ന് പറഞ്ഞ് അങ്ങനെ അവരെ ഞാൻ വിളിച്ച് ഈ പ്രൊഡക്റ്റ് തിരിച്ചു കൊടുത്തതിന് ശേഷം എനിക്ക് മനസ്സിനൊരു തൃപ്തി ഇല്ലായിരുന്നു. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇഷ്ടപ്പെട്ട് വാങ്ങി വെച്ച സാധനം നമ്മളത് തിരിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ ഞാനത് ഇഷ്ടമില്ലാത്ത രീതിയിൽ ഞാനത് തിരിച്ചു കൊടുത്ത സമയത്തും വാങ്ങിപ്പോകുമ്പോൾ മേഡം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിന്റെ ഐഡിയിൽ എടുത്ത സാധനം നീ തന്നെ വിൽക്കണേന്ന്, അതല്ലാതെ ഇതെന്റെ വീട്ടിൽ തന്നെ ഇരിക്കുന്നു മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ അവിടെ വെച്ചോ, ഞാൻ ആ തീരുമാനമാക്കി തന്നോളാം. അങ്ങനെ ഉമ്മാക്ക് പിന്നെ
അൾസർ അംശമാണ്, പുണ്ണധികമായി പോയിട്ട് അൾസറായി മാറി എന്ന് പറഞ്ഞു ഡോക്ടർ. അപ്പൊ ഞാൻ പറഞ്ഞു ഉമ്മ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, ഉമ്മ ഇതൊന്ന് കഴിച്ചു നോക്ക്. അന്ന് പ്രൊഡക്റ്റ് എന്നല്ല കേട്ടോ പറയാ, അന്ന് മരുന്ന് എന്നാ പറയാ. ആ മരുന്നൊന്ന് കഴിച്ചു നോക്കുന്നതിന് ആ മോള് കൊണ്ടെത്താന്ന് പറഞ്ഞ് അവരെ വിളിച്ച് ബസ്സിൽ 4 മൈൽ കൊടുത്തു വിട്ട് ഞാൻ ഈ പ്രൊഡക്റ്റ് പോയിട്ട് വാങ്ങി. ഉമ്മ ഒരു 3 മാസം കണ്ടിന്യൂ ചെയ്ത് കഴിച്ചപ്പോ ഉമ്മാക്കും അതിന് മാറ്റം കിട്ടി. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ പ്രൊഡക്റ്റ് മൊത്തം തന്ന് ഞാൻ വിറ്റോളാം. 25,000 പ്രൊഡക്റ്റ് അത്രയൊന്നും ഉണ്ടല്ലോ, എനിക്കറിയാലോ, എന്താന്ന് വെച്ചാൽ കുറച്ച് ഉൽപ്പന്നങ്ങളല്ലേ ഉള്ളൂ. അങ്ങനെ അത് ഞാൻ ഒരാഴ്ച 2 ആഴ്ച എടുത്ത് അത് ഞാൻ വിറ്റ്. അത് മൊത്തം വിറ്റ് തീർത്തതിന് ശേഷം ഹസ്ബൻഡിനോട് പറഞ്ഞു ഇങ്ങനെ ആ പ്രൊഡക്റ്റ് ഞാൻ തന്നെ വിറ്റ്, എനിക്ക് അതിനുള്ള ആളുകളുണ്ട്, ഫണ്ട് കൊടുക്കുന്നത് പോലെ തന്നെ അതിന്റെ ആവശ്യക്കാർ ഒരുപാടുണ്ട് എന്ന് പറഞ്ഞ്. അങ്ങനെ അവിടുന്ന് ഞാൻ ഈ ഒരു ബിസിനസ് ഏറ്റെടുത്തെന്ന് വെച്ചാൽ ഫുൾ ടൈമർ ആയിട്ടൊന്നും ഏറ്റെടുത്തില്ല. കടയിൽ നിന്ന് അത്യാവശ്യം മാത്രം എന്ത് ചെയ്യും ആളുകൾക്ക് ഇത് കൊടുക്കാനോ, അന്ന് വിറ്റ് നടക്കലായിരുന്നു കേട്ടോ. അന്ന് ഈ ഓപ്പർച്യൂണിറ്റി എങ്ങനെ കൈമാറലൊന്നുമില്ല, ഈ പ്ലാൻ കൊടുക്കലോ ഫോളോ അപ്പ് ചെയ്യലോ അങ്ങനെയൊന്നുമില്ല. ഫോളോ അപ്പ് ചെയ്യും എങ്ങനെയാണ്, ഈ മരുന്ന് തീർന്ന ആളുകളെ വീണ്ടും കൊടുക്കാൻ വേണ്ടിയിട്ട്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കും. ഇതിപ്പം തയ്യലായാലും നമ്മള് അളവും കാര്യങ്ങളൊക്കെ എഴുതി വെക്കുന്നത് പോലെ തന്നെ കൊടുത്ത ഒരു ഡേറ്റ് എഴുതി വെക്കും, ഈ കൊടുത്ത പ്രൊഡക്റ്റിന്റെ പേരും ഒന്ന് എഴുതി വെക്കും. അങ്ങനെ അവരത് തീർന്നോന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് ഫോളോ അപ്പ് ചെയ്യും. അങ്ങനെ എന്താ പറയാ, ആ ടീമിലും ചെറിയ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടുന്ന് മാറി. പിന്നെ ഞാൻ വേറൊരു ടീമിലേക്ക് മാറി. അവിടുന്ന് ഞാനൊരു TC ആയി. അവിടുന്ന് സാറ് പറഞ്ഞത്, ഷമീർ സാർ എന്റെ ഗ്രേറ്റ് ലീഡർ എന്ന് ഞാൻ വളരെ സ്നേഹത്തോടെ ഓർക്കുന്ന എന്റെ ഗ്രേറ്റ് ലീഡറാണ് ഷമീർ മുഹമ്മദ് സാർ, NTC സാറ് പറഞ്ഞു മേഡം ഇങ്ങനെയൊന്നുമില്ല, ഈ ഒരു ബിസിനസ് ചെയ്യുക, കുറെ കാര്യങ്ങളുണ്ട്, കൺസിസ്റ്റന്റ് ആയിട്ട് ഏറ്റെടുത്ത് ചെയ്യുകയാണെങ്കിൽ വിജയിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല, എന്റെ കൂടെ നിന്നാൽ മതി, ഞാൻ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചാൽ മതി. അന്ന് മുതൽ ഇന്ന് വരെ ഈ ഒരു സമയം വരെ എന്റെ ലീഡർ എന്ത് കാര്യങ്ങൾ പറയുന്നു അത് ഞാൻ അതേപടി അനുസരിച്ച്, അതിനൊരു മറു ചോദ്യം ഞാൻ ചോദിച്ചില്ല. എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്, നമ്മളെ കൊണ്ടുവന്ന് അതല്ലെങ്കിൽ നമ്മുടെ മേലേന്റെ ലീഡേഴ്സ് ഒരിക്കലും നമ്മളെ നശിച്ചു പോകാൻ വേണ്ടിയിട്ട് ഒരു കാര്യവും പറയൂല. ഏത് കാര്യങ്ങൾ പറയുന്നത് അത് നമ്മുടെ ഒരു വിജയത്തിന് വേണ്ടിയിട്ടായിരിക്കും. ഏത് ബിസിനസിന്റെ സിസ്റ്റം അറിയാലോ, എന്താ വെച്ചാൽ താഴെയുള്ള ആളുകൾ ചെയ്യുന്നതിനനുസരിച്ച് നമുക്കതൊരു ബെനിഫിറ്റ് ആയിരിക്കുമല്ലോ. അങ്ങനെയാണ് എന്ത് ചെയ്തു, സാറ് പറയുന്ന കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും. ഇന്നൊരു പ്ലാനിങ് മീറ്റ് വെക്കണം, അപ്പൊ ഞാൻ പ്ലാനിങ് മീറ്റ് വെക്കും. ഇന്ന് ഇത്ര പ്ലാൻ കൊടുക്കണം, അത്ര പ്ലാൻ ഞാൻ കൊടുത്തിരിക്കും. ഇന്ന് ഇത്ര ആളെ ജോയിൻ ചെയ്യിപ്പിച്ചിരിക്കണം, അന്ന് അത്ര ആളെ ജോയിൻ ചെയ്യിപ്പിക്കും. അങ്ങനെ സീരിയസ് ആയിട്ട് ഈ ബിസിനസ് സാറ് പറഞ്ഞ രീതിയിൽ ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ എനിക്ക് വരുമാനങ്ങൾ കിട്ടി. വരുമാനങ്ങൾ എന്ന് വെച്ചാൽ ചെറിയ വരുമാനമൊന്നുമല്ല. ഒരാഴ്ചയില് കണ്ടിന്യൂ അല്ല, ഒരാഴ്ചയില് 30,000 രൂപ വരെ എന്റെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ആഴ്ചയിൽ 30,000 വരിക എന്ന് പറയുമ്പോൾ, ഞാൻ നടത്തിക്കൊണ്ടിരുന്ന തയ്യൽ മേഖലയാ, അവിടെ ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ പോയിരിക്കണം. എന്നാൽ ഏറി വന്നാല് കൂടുതലായാല് ഒരു 3 ചുരിദാർ അടിക്കാം. ആ 3 ചുരിദാർ അടിക്കാൻ എനിക്ക് പറ്റൂല. കാരണം എന്ന് വെച്ചാൽ ഞാൻ റെഡിമെയ്ഡ് ഷോപ്പും കൂടി ഉള്ളതാ. അവിടെ കസ്റ്റമർ വരും, അവരെ മെയിൻറ്റെയിൻ ചെയ്യണം. വേറൊരാളും കൂടെ ഉണ്ട്, 2 ആൾ കൂടിയിട്ട് നടത്തിയത്. അങ്ങനെ ഞാനിങ്ങനെ മനസ്സിലാക്കി. 30,000 വന്നപ്പോ എന്റെ കണ്ണൊന്ന് തള്ളി. ഞാൻ മനസ്സിലാക്കി ഇങ്ങനെ അധ്വാനിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല, കുറച്ച് ഒന്ന് എഫേർട്ട് എടുത്താൽ വിജയിക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ എന്ന്. അങ്ങനെ ഏറ്റെടുത്ത് 3 മാസം കൊണ്ട് DTC എന്ന റാങ്ക് ഞാൻ കരസ്ഥമാക്കി. വെറുതെ കിട്ടിയതല്ല, നന്നായിട്ട് പണിയെടുത്തിട്ട് ഫീൽഡിൽ ഇറങ്ങിയിട്ട് സമയം നോക്കാതെ 6 മണി വരെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എന്റെ ഹസ്ബൻഡ് ഒരു കണ്ടീഷൻ, അത് രാവിലെ മുതൽ 6 മണി വരെ എവിടെ പോയാലും ഇല്ല, 6 മണിക്ക് വീട്ടിൽ ഇറങ്ങിക്കൊണ്ടു. അങ്ങനെ 5:30 മണിയൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ടൈം നോക്കും, 6 മണിയായോ 6 മണിയായോ. അങ്ങനെ 6 മണിക്ക് വീട്ടിൽ കയറിയെത്തിയാലും പഠിക്കണം. ഈ ഒരു ബിസിനസ് ചെയ്യണമെങ്കിൽ നമ്മൾ നന്നായിട്ട് പഠിക്കണം. ആദ്യം ഈ ഒരു ബിസിനസ് നമുക്ക് പറഞ്ഞു തരുന്ന സമയത്ത് അറിയും, വിദ്യാഭ്യാസം വേണ്ട, പ്രായമില്ല, ബോസ് ഇല്ല എന്നൊക്കെ. ഞാൻ മനസ്സിലാക്കിയ എല്ലാ കാര്യങ്ങളും ഉണ്ട്. വിജയിക്കണമെങ്കിൽ കേട്ടോ, സാധാരണ നമ്മളത് തട്ടിക്കൂട്ടി പോവാണെങ്കിൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. നന്നായിട്ട് ചെയ്തിട്ട് നമുക്കിതിലൊരു വിജയം കാണുന്നുണ്ടെങ്കിൽ നമ്മളിത് പഠിക്കുക തന്നെ വേണം. എല്ലാ ഗൂഗിൾ മീറ്റുകളും ഈ പ്രോഗ്രാം ഞാൻ പോകാൻ തുടങ്ങിയത്, പ്രോഗ്രാമിന് എന്നെ വിടൂലായിരുന്നു. കാരണം എന്ന് വിചാരിച്ചാൽ 6 മണിയാവില്ല വീട്ടിലെത്താൻ. 6 മണി കഴിഞ്ഞ് പോയാല് പ്രോഗ്രാമുകൾക്കൊന്നും വിടൂല. അങ്ങനെ വയനാട് ജില്ലയിൽ നടക്കുന്ന പ്രോഗ്രാമുകൾക്കൊക്കെ പങ്കെടുത്ത്, അങ്ങനെ ഈ MC സ്റ്റേജിൽ കയറാൻ പേടിയായിരുന്നു. നമുക്ക് എല്ലാവർക്കും നടക്കുന്ന സംഭവം തന്നെ, ഒരു മൈക്ക് പിടിക്കാൻ പേടിയായിരുന്നു. അങ്ങനെയുള്ള GTSകളിൽ പങ്കെടുത്തിട്ട്
അന്ന് ഞാൻ മനസ്സിലാക്കിയത് പ്രോഗ്രാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്ന് വിചാരിച്ചാല് എന്നെ വളർത്തിയത്, എന്നെ ഈ നിലയിൽ എത്തിച്ചത് വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ കേട്ടോ. ഫാസ്റ്റ് ആയിട്ട് വെച്ചാൽ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. പണ്ടൊന്നും ബ്രോൺസ് ആകാൻ വേണ്ടിയിട്ട് കൊതിച്ചിരുന്ന ആളായിരുന്നു ഞാന്. ഇന്ന് എനിക്കിപ്പൊ ഞാൻ പറയാ എക്സോറ പ്രോഗ്രാം വരുന്നുണ്ടെങ്കിൽ മാക്സിമം ഞാൻ ആർട്ടിസിലേക്ക് തന്നെ കുതിച്ചുകൊണ്ടിരിക്കുന്ന വെച്ചാൽ അതെനിക്ക് പറയാൻ സാധിക്കുന്നത് നല്ലൊരു ടീമുണ്ട്. ആ ടീമിനെ ഒന്ന് കൈകോർത്ത് പിടിച്ച് നമ്മുടെ കൂടെ വന്ന ആളുകളെ, ടീമിൽ നിന്ന് നമ്മുടെ കൂടെ വന്ന ആളുകളെ ഞാൻ പറയാ എല്ലാരും ഈ ബിസിനസ് സീരിയസ് ആയിട്ട് ഏറ്റെടുത്ത് വരില്ല. ഷുവർ ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയ കാര്യം കേട്ടോ. കാരണം എന്ന് വിചാരിച്ചാല് നമ്മളെ പോലെ ഈ ഒരു ബിസിനസ്സിൽ പഠിച്ചിട്ട് സ്നേഹിക്കുന്ന എല്ലാ ആളുകളും ഉണ്ടാവണമെന്നില്ല. പക്ഷെ ബിസിനസ് പഠിച്ച് സ്നേഹിച്ച് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് വിജയിക്കുകയും ചെയ്യും, നമുക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാനും സാധിക്കും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഈ ഒരു ടൈലർ മേഖല ചെയ്യുമ്പോൾ ഞാൻ മാസാമാസം വാടക കൊടുക്കണം. എല്ലാ മാസവും ഞാൻ 5000 രൂപ വെച്ച് ആ ഒരു മുതലാളിക്ക് വാടക കൊടുക്കണം. ആ 5000 രൂപ ഞാൻ മാസം കൊടുക്കുന്ന ആ പൈസ എടുത്തിട്ട് ഞാൻ ഈ ഒരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ പ്രോഗ്രാമുകൾക്കുള്ള പൈസയും വണ്ടി പൈസയും ഒക്കെ മാറ്റി വെക്കണം. ഈ 5000ത്തിന്റെ ആവശ്യമില്ല. ഈ 5000 മുടക്കുമ്പോൾ നമുക്ക് ഒരു ലക്ഷങ്ങൾ വാരിയെടുക്കാൻ പറ്റും. ഒരു മാസം ഈ ഒരു 5000 വെച്ചിട്ട് നമ്മളൊരു GTS പോകുമ്പോൾ നമുക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു 200 രൂപ ചിലവ് വരും വിചാരിക്കില്ല. 200 ഒരു 500 കൂട്ടിക്കാം. ഒരു 500 വെച്ചൊരു GTS നമ്മളൊരു 10 ആളുകൾ എത്തിക്കുന്നതാണെങ്കിൽ ആ 10 ആളുകൾ നമ്മളെ ബിസിനസ്സാണ്. അങ്ങനെ ഈ ബിസിനസ്സിനെ നന്നായിട്ട് അങ്ങ് പഠിച്ച് ഐഡിയ അടിക്കാൻ ഞാൻ പഠിച്ച് സ്വന്തമായിട്ട് വീട്ടിലിരുന്ന് കണ്ണാടിയുടെ മുമ്പിൽ ഇരുന്നിട്ട് MC പറഞ്ഞു പഠിക്കായിരുന്നു. എന്തിനാന്ന് വെച്ചാൽ കോൺഫിഡന്റ് കിട്ടാൻ. അങ്ങനെ വെറുതെ ഒന്നല്ല ഈ റാങ്ക് എത്തിയത്, നന്നായിട്ട് അധ്വാനിച്ചിട്ടുണ്ട്. വിജയിക്കണമെങ്കിൽ നന്നായിട്ട് പഠിക്കുക, ബിസിനസ് നമ്മുടെ ലീഡേഴ്സിനെ അനുസരിക്കുക, നമ്മുടെ അസോസിയേറ്റിനെ അനുസരിക്കുക, സ്നേഹിക്കുകയും ചെയ്യുക. ക്ഷമ എന്ന് പറയുന്ന സംഭവം പഠിച്ചത് മൈ ലൈഫിൽ വന്നതാണ്. എന്ത് പറഞ്ഞാലും അത് മനസ്സിലിട്ടിട്ട് ഒരിക്കലും എന്തായിട്ടില്ല അതൊരു കുറ്റമായിട്ട് എടുക്കില്ല. അങ്ങനെയായിരിക്കും എന്താ വെച്ചാൽ നമ്മൾ ഏത് മേഖലയിലായാലും, ഇപ്പൊ ഒരു ജോലി ആയാലും എനിക്ക് ഗവൺമെന്റ് ജോലി കിട്ടിയതാട്ടോ, എംപ്ലോയ്മെന്റ് വക ഗവൺമെന്റ് ജോലി കിട്ടിയതാ, ഗവൺമെന്റ് ആശുപത്രിയില്. അതൊന്നും ഞാൻ മനസ്സിലാക്കിയത് അതൊരു തുച്ഛമായ വരുമാനം. ഞാൻ അത് വേണ്ടാന്ന് വെച്ചതാ. കാരണം എന്ന് വെച്ചാൽ ക്ലീനിങ് ആയിരുന്നു. എനിക്ക് ക്ലീനിങ് ഇഷ്ടമില്ലാത്തത് കൊണ്ടു. പക്ഷെ അതൊരു ഫിക്സഡ് വരുമാനം. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഇന്നൊരു 10-25,000 മുകളിൽ വരുമാനം എല്ലാ മാസവും എനിക്ക് കിട്ടുന്നുണ്ട്. കാരണം എന്ന് വിചാരിച്ചാല് കൂടുതൽ പണിയെടുക്കുന്നില്ല. ആദ്യത്തെ അത്ര പണി ഇപ്പൊ എനിക്ക് എടുക്കേണ്ടി വന്നിട്ടില്ല. കാരണം അത് ഈ ഒരു ബിസിനസിന്റെ പ്രത്യേകതയാണ്. ആദ്യം അത് നമ്മൾ നന്നായിട്ട് എഫേർട്ട് എടുക്കണം. പിന്നെ ആ എഫേർട്ട് ഒന്ന് കുറഞ്ഞു കിട്ടും. പക്ഷെ നമ്മൾ താഴെയുള്ള ആളുകളെ നമ്മൾ പഠിപ്പിച്ചെടുക്കുക. താഴെയുള്ള ആളുകൾ പഠിപ്പിച്ചെടുക്കും. ഇനി ഞാനൊരു ഐഡിയ അടിക്കേണ്ട ആവശ്യമില്ല. ഇനി ഞാൻ ഐഡിയ അടിക്കണേ തന്നെ അത് അടിക്കാൻ പറ്റിയ ഒരുപാട് ആളുകളുണ്ട്. അവരെ ഞാൻ പഠിപ്പിച്ചെടുത്തു എന്നുള്ളത് ഒരു പ്രൂഫ് കൊടുക്കേണ്ട ആവശ്യമില്ല. ആദ്യ സമയങ്ങളിൽ ഇതൊക്കെ എന്താ പറയാ ഉറക്കൊഴിഞ്ഞിട്ടും ഒരു ഐഡിയ ഒക്കെ അടിക്കാനൊക്കെ 6 മണിക്ക് വീട്ടിലെത്തും. വീട്ടിൽ നമ്മളെ സ്ത്രീകളാണല്ലോ, സ്ത്രീകളെ പണിയും കാര്യങ്ങളും മക്കളൊക്കെ നോക്കി കഴിഞ്ഞതിന് ശേഷം ഒരു 10:30 മണിക്ക് ഐഡിയ അടിക്കാനും പ്രൂഫ് ചെയ്യാനൊക്കെ ഇരിക്കുക. ഇപ്പൊ ഞാൻ എന്റെ താഴെയുള്ള ആളുകളെ തന്നെ പഠിപ്പിച്ച്. അതുകൊണ്ട് നമ്മളെല്ലാവരും സീരിയസ് ആയിട്ട് ഈ ഒരു ബിസിനസ് ഏറ്റെടുത്ത് വരൂല. പക്ഷെ വരുന്ന ആളുകളെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്തിട്ട് കൊണ്ടുപോവാ. ഓർഗ് 1 ഓർഗ് 2 നമ്മളെ സൈഡ് തന്നെയാണ്. ഒരു സംശയമില്ല. ഒരു ഭാഗവും ലീഡർ കൊണ്ടുപോകും നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ല. ലീഡർ പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടും, എല്ലാ സഹായങ്ങളും കിട്ടും, എല്ലാ സംഭവവും നമുക്ക് ചെയ്തു തരും. പക്ഷെ ഓർഗ് 1 ഓർഗ് 2 നമ്മൾ തന്നെ കൊണ്ടുപോയാല് ഞാൻ പെർഫോമൻസ് അടിച്ചിരുന്നു DTC റാങ്കില്. ആ പെർഫോമൻസ് അടിക്കാൻ കാരണം 2 സൈഡിലും ഞാൻ പറഞ്ഞാൽ കേൾക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു. വേണ്ട ഇന്ന് ഇത്ര ഒരു ബിസിനസ് കൊണ്ടുവരണം, അവിടെ ഇത്ര ഒരു വോളിയം വരണം, അതിനെന്താ വേണ്ട ഞാൻ ചെയ്തു തരാന്ന് പറയുമ്പോൾ അത് കൊണ്ടുവരാൻ പറ്റിയ ആളുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പെർഫോമൻസ് അടിക്കാൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടും വന്നില്ല. അത് വരാത്തത് ഞാൻ മനസ്സിലാക്കുന്നത് 2 സൈഡും ഞാൻ കൊണ്ടുവന്ന ആളുകൾ ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ വലത് കൈയും ഇടത് കൈയും നമ്മളെ തന്നെയാണ്. ആ ഒരു ഇടത് കൈ ലീഡറാണെന്ന് പറഞ്ഞിട്ടോ അല്ല വലത് കൈ ലീഡറാണെന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. ആ 2 കൈ കൊണ്ട് നമുക്ക് തന്നെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതുകൊണ്ട് ചെയ്തിട്ട് 2 ഭാഗവും നോക്കിക്കൊണ്ട് പഠിച്ച് പ്രോഗ്രാമുകളെ എനിക്ക് ഇഷ്ടപ്പെട്ട ഈ പ്രോഗ്രാമുകളെ ഞാൻ ഒഴിവാക്കാതിരിക്കാൻ കാരണം ഞാൻ RTPക്ക് പങ്കെടുത്തതാ. RTPക്ക് പങ്കെടുത്ത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി
എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു ആർട്ടിപി ദിനേശ് സാറെ സെക്ഷൻ എനിക്ക് മറക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ കണക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. അന്നും ഇന്നും കണക്കും ഇംഗ്ലീഷും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കണക്കായതുകൊണ്ട് തന്നെ ഞാനത് ഇഷ്ടപ്പെട്ട് ഒരു ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കുന്നത് പോലെ പഠിച്ച് അങ്ങനെ ഞാൻ ഈ ഒരു ബിസിനസ്സിൽ ആ കണക്കിലൂടെ ഞാൻ എന്തായത് ഇതിനെ സീരിയസ് ആയിട്ട് അങ്ങ് ഏറ്റെടുത്തത്. ആ കണക്ക് വെച്ച് നോക്കുമ്പോൾ 1000 ആളുകൾക്ക് നമ്മൾ ഈ ഒരു ബിസിനസ് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ 1000 കസ്റ്റമർക്ക് ഈ ഒരു ബിസിനസ് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ സീരിയസ് ആയിട്ട് വരുന്ന ആളുകൾ ഒഴിവാക്കിയിട്ട് കേട്ടോ 1000ന്റെ പർച്ചേസ് ഇറക്കും 10 ലക്ഷത്തിന്റെ ബിസിനസ് എടുക്കും. 10 ലക്ഷത്തിന്റെ ബിസിനസ് ഇറന്നാൽ മതി. ഓർഗ് 1 ഓർഗ് 2 1,20,000 നമ്മളെ വരുമാനം. ഞാൻ ഇന്നും മനസ്സിൽ കാണുന്നതാ. 1000 കസ്റ്റമർ എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ ആഴ്ചകളിലും നമ്മളോട് ഇന്ന് സാധനം വേണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് നിന്ന് സാധനം വാങ്ങിപ്പോകുന്ന 1000 കസ്റ്റമർ. അത് 1000 എന്നുള്ള 2000 ആക്കാം, 2500 ആക്കാം. അങ്ങനെ 2000 2500 ആയി കിട്ടുമ്പോൾ നമ്മൾ കണ്ടിന്യൂസ് സീലിംഗ് ആയി. എല്ലാ മാസത്തില് അതൊരു ആഴ്ചയിൽ കണ്ടിന്യൂസ് സീലിംഗ് അച്ചീവർ ആയി. അങ്ങനെയായി ഞാൻ ഈ ഫോക്കസ് ചെയ്ത് ബിസിനസ് ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാ ആളുകൾക്കും ആണെന്നോ പെണ്ണെന്നോ ജാതിയോ വർഗോ ഒന്നും നോക്കാതെ ഇനി ഒരു വികലാംഗനായാൽ പോലും ഞാൻ ഈ ഒരു ബിസിനസ് പറഞ്ഞു അപ്പോയിന്റ്മെന്റ് വാങ്ങിയിട്ട്. കാരണം എന്ന് വിചാരിച്ചാല് അയാളും പല്ലേക്കും, അയാൾ കുളിക്കും, അയാളും വീട്ടാവശ്യങ്ങൾക്ക് സാധനം വാങ്ങും. അപ്പൊ അത് നമ്മുടെ ഒരു കസ്റ്റമറാണ്. അങ്ങനെയുള്ള കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രദ്ധിച്ചത് ആ കസ്റ്റമറിലൂടെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കൈമാറി കൊടുക്കും. ഈ ഓപ്പർച്യൂണിറ്റി കൈമാറുമ്പോൾ ചില ആളുകൾ എന്ത് ചെയ്യും, ഓപ്പർച്യൂണിറ്റി സീരിയസ് ആയിട്ട് എടുക്കും. ഇന്നത്തെ തലമുറ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു പ്ലാന് കൊടുക്കേണ്ട ആവശ്യമാണ്. അവർ ചോദിക്കുന്ന ഒരു കാര്യം എന്താണോ, വിറ്റാ ലാഭം കിട്ടുമോ? ആ കിട്ടും. ഇതൊരു പക്ക കച്ചവടമല്ലേ? ആ കച്ചവടം. പിന്നെ ഒന്നും നോക്കാനില്ല, ആ ഞങ്ങൾ ചെയ്തോളാം. അങ്ങനെ ചെയ്യാൻ പറ്റിയ കുറച്ച് ആളുകളെ ക്രിയേറ്റ് ചെയ്തു. ഒരുപാട് കസ്റ്റമറിന്റെ കൂടുതൽ ഊന്നൽ കൊടുത്തത് കൃഷിയിലേക്കായിരുന്നു. കാരണം എന്ന് വെച്ചാൽ എങ്ങനെയായാലും ഈ ഒരു പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ ചില ആളുകൾക്കുള്ള ഒരു ചോദ്യം, ഇത് ഉള്ളിൽ കഴിക്കാൻ പറ്റുമോ? ഡോക്ടർ എഴുതാത്ത മരുന്നുകളെല്ലാം ഉള്ളിൽ കഴിച്ചാൽ നമുക്ക് എന്തെങ്കിലും സംഭവിക്കും? കൃഷിക്കൊന്നും പറയാനില്ല. എന്നുവെച്ചാൽ കൃഷി എന്തായാലും ഒരു കൃഷി ഒഴിക്കില്ലല്ലോ നമ്മളോട് ഇത് ഉള്ളിൽ കഴിക്കാൻ പറ്റുമെന്ന്. വളം എന്തായാലും എല്ലാവരും ഇട്ട് കൊടുക്കുന്ന സംഭവം, അത് നമ്മളങ്ങ് ഇട്ട് കൊടുക്കും. നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് ഇത് കൊണ്ടുള്ള മെച്ചം എന്താണെന്ന് അവർക്കൊന്ന് മനസ്സിലാക്കി കൊടുക്കുക. ആദ്യ സമയങ്ങളിൽ കൃഷിയിലേക്ക് കൊടുക്കുമ്പോൾ അവർ പറയും ഭയങ്കര വിലയാ. മൊത്തത്തിൽ നമ്മളെ പ്രൊഡക്റ്റിന് മൊത്തത്തില് കോഴിക്കോട് ഉണ്ടോ എന്ന് എനിക്കറിയില്ല, വയനാട്ടിൽ മൊത്തം പറയുന്നത് ഭയങ്കര വിലയാണ്. വില കൊടുക്കാത്ത കിട്ടാത്തൊരു സംഭവം ഇല്ല. ഇപ്പൊ ചുരിദാർ എടുത്ത് നോക്കിയോ, നല്ല ക്വാളിറ്റിയുള്ള സംഭവമുണ്ട്, ലോക്കലുണ്ട്. പക്ഷെ ക്വാളിറ്റിയുള്ള സംഭവത്തിന് നമ്മൾ നല്ല വില കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് ഒരുപാട് ഇടാനും പറ്റും, പെട്ടെന്ന് അത് നാശമായി പോവില്ല. അങ്ങനെ ഞാൻ ആളുകൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള സാധനം വേണം, വില കൊടുക്കേണ്ടി വരും. ഇപ്പൊ എന്തിനാ വിലയില്ലാത്ത? എന്നാലും വില കുറവ് നമ്മുടെ സാധനത്തിന് തന്നെയാണ്. 150 ഗ്രാം പേസ്റ്റിന് 132 രൂപയല്ലേ വരുന്നുള്ളൂ. 1 ഗ്രാമിന് 1 രൂപ പോലും ഇല്ല. പിന്നെ എന്ത് വിലയാ? അങ്ങനെ പറയാൻ പറ്റുന്നത് ഞാൻ പഠിച്ചത് കൊണ്ട് എല്ലാം കമ്പയർ ചെയ്ത് ഒരു ദിവസം എന്തെങ്കിലും ഒരു കാര്യം മൈ ലൈഫിന് വേണ്ടി ഞാൻ ചെയ്യുന്നുണ്ട്. ഒന്നുകിൽ പഠനമായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഐഡിയ ഇരിക്കലായിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രൂഫ് ചെയ്യലായിരിക്കാം, അതും അല്ലെങ്കിൽ പ്ലാന്, ഫോളോ അപ്പ്, വെൽനസ് മീറ്റ്, അങ്ങനെ എന്താ പറയാ, ആളുകളെ ഇങ്ങനെ കൺവിൻസ് ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ ചെയ്തുകൊണ്ടേയിരുന്നത് ഈ ബിസിനസ് ഞാൻ അത്രക്ക് അങ്ങ് സ്നേഹിച്ചത് കൊണ്ടാണ്. ഒരു മായങ്ങളില്ല. ഞാൻ ഇന്ന് പറയാ, ഏത് ലീഡേഴ്സിന്റെയും ഏത് അസോസിയേറ്റിന്റെയും നമ്മൾ തന്നെ ഏത് ക്ലാസ് കേട്ടാലും പണിയെടുക്കാണ്ട് വേറെ ഒന്നും ഇതിൽ ചെയ്യാനില്ല എന്ന് മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയാം, വിജയിക്കാൻ വേണ്ടി വന്ന ആളുകളാണെങ്കിൽ നമ്മളിത് ഏറ്റെടുത്ത് വിജയിക്കുന്നുള്ള കാര്യം ഉറപ്പുള്ള കാര്യം, ഒരു സംശയമില്ല. കാരണം എന്ന് വെച്ചാല് എല്ലാ മേഖലയിലും പണിയെടുത്ത ലാഭവും നഷ്ടവും ഉണ്ടാവും. ഏതൊരു കച്ചവടമായാലും ചിലപ്പോൾ അത് ലാഭത്തിലായിരിക്കും, ചിലപ്പോൾ നഷ്ടത്തിലായിരിക്കും. ഇവിടെ ഒന്നും നഷ്ടപ്പെടാനില്ല. നമുക്ക് ഉൽപ്പന്നങ്ങൾ അത് നമ്മൾ വിൽക്കാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ സാധനങ്ങളാണല്ലോ. ഇത് ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറയുന്നില്ല. പക്ഷെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത്, കാരണം എന്ന് വിചാരിച്ചാല് എനിക്ക് ഒരുപാട് ടീമുണ്ട്, ഒരുപാട് കസ്റ്റമർ ഉണ്ട്. അങ്ങാടിയിലെ വൈദ്യരായിരുന്നു ഞാന്. വൈദ്യരെ ഇന്ന് അസുഖത്തിന് മരുന്നുണ്ടോ, ഇന്ന് അസുഖത്തിന് മരുന്നുണ്ടോ എന്ന് ചോദിക്കുക. എന്താണെന്ന് വെച്ചാൽ അവർക്ക് ആദ്യം ഞാൻ ഈ അസുഖത്തിനായിരുന്നല്ലോ മരുന്ന് കൊടുത്തോണ്ടിരുന്നത്. അപ്പൊ അവര് പെട്ടെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ സാധനം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളൊരു കച്ചവടക്കാരനാവുള്ളൂ. നമ്മളെ വീട്ടിൽ കുറച്ച് ഉൽപ്പന്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കത് സ്പോട്ടിന് കച്ചവടം ചെയ്യാൻ പറ്റുള്ളൂ. ഞാനിപ്പോ ഒരു കസ്റ്റമർ എടുത്ത് പോയി,
ഇന്ന സാധനങ്ങൾ എനിക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പച്ചിലക്കാട് പോയിട്ട് എടുത്തിട്ട് വരാന്ന് പറയുമ്പോ ആ ആള് നമ്മളൊന്ന് വിലയിരുത്തും. അത് ശരി, അപ്പൊ ഇവരെന്തില്ല, സീരിയസ് ആയിട്ട് ഏറ്റെടുത്ത ആളെന്നല്ല, ഇവര് എന്തോ കാട്ടിക്കൂട്ടുന്ന ആളുകളാണെന്ന് മനസ്സിലാക്കൂ. അങ്ങനെ മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കയ്യിൽ കുറച്ച് പ്രൊഡക്റ്റ് വേണം. ആര് ചോദിക്കുമ്പോൾ നമുക്ക് സ്പോട്ടിൽ കൊടുക്കാൻ പറ്റണം. അതാ ഒരു കച്ചവടം. അങ്ങനെ കച്ചവടമായിട്ട് ഇത് ശരിക്കൊരു ബിസിനസ് ആയിട്ട് തന്നെ നിങ്ങൾ കാണാൻ കേട്ടാ. ഇതൊരാളെ പറ്റിക്കുന്ന പരിപാടിയായിട്ട് കാണാൻ പറ്റില്ല. ഇതൊരാളെ ചേർക്കുന്ന പരിപാടിയല്ല. ഞാൻ പറയാം, നമ്മളൊരു കട തുടങ്ങിയാല് ആ കടയിലേക്ക് ഒരുപാട് ആളുകൾ വരണം, അവിടെ നന്നായിട്ട് കച്ചവടം നടക്കണമെന്നല്ലേ നമ്മൾ ആഗ്രഹിക്കല്. അതുപോലെ തന്നെ ഇവിടെയും ചെയ്യാനുള്ളൂ. നമ്മളിത് ഒരുപാട് ആള് ഈ കടയിലേക്കാവുമ്പോൾ ഇങ്ങോട്ടേക്ക് ആളുകൾ വരും, നമ്മളതാവുമ്പോൾ അങ്ങോട്ടേക്ക് പറഞ്ഞു കൊടുക്കും. അത് രണ്ടും വ്യത്യാസം ഞാൻ പറയാം. അങ്ങോട്ടേക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവര് സ്ഥിരം നമ്മളെ കസ്റ്റമർ. അതേ സ്ഥാനത്ത് ഒരു കടയിലാവുമ്പോൾ അപ്പുറത്തെ കട കുറച്ച് വില കുറച്ച് വിൽക്കുന്ന പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ടേക്ക് മാറും. ഇപ്പൊ തന്നെ നമ്മളെല്ലാരും ഹൈപ്പർ മാർക്കറ്റുകളും സൂപ്പർ മാർക്കറ്റുകളും ആശ്രയിക്കാൻ തുടങ്ങി. സാധാ കച്ചവടക്കാർക്ക് എന്തായി, കച്ചവടം കുറഞ്ഞു തുടങ്ങി. പക്ഷെ നമ്മളതിൽ അങ്ങനെയില്ല. എന്നുവെച്ചാൽ ഒരു ഐഡി അടിച്ച് പ്രൂഫ് കൊടുത്താല് അവരായി ഐഡി കട്ടാകുന്നത് വരെ എന്നും നമ്മളെ കസ്റ്റമർ. അങ്ങനെ നമ്മളെ ഭാഗത്തേക്ക്, നമ്മളെ അണ്ടറിലേക്ക് ഒരുപാട് കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്യുക. ആ കസ്റ്റമർ ഒരുപാട് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തേക്കുള്ളൂ, ഇത് ഏറ്റെടുത്ത് വരുന്ന ആളുകൾ ഉണ്ടാവും. 5 മാസം വാങ്ങുമ്പോഴത്തേക്ക് അവർ ഐഡിയിൽ 5000 ആവില്ലേ. അപ്പൊ അവര് ഡിസ്ട്രിബ്യൂട്ടർ. പിന്നെ അവരെടുക്കുന്ന സാധനങ്ങൾ മൊത്തം എന്താ, അവർക്ക് വരുമാനം കിട്ടാനുള്ള മാർഗം. കോമൺ ആയിട്ടുള്ള ഭാഗം ഞാൻ പറയും, ഇന്നും ഞാൻ എന്തേക്കുള്ളൂ, പേഴ്സണൽ പ്ലാനിങ് ലിസ്റ്റ് ഇട്ടിട്ട്, ലിസ്റ്റ് മസ്റ്റാ. ഈ ഒരു സംഭവത്തിന് ലിസ്റ്റ് മസ്റ്റാ. കാരണം എന്ന് വെച്ചാല് ഏതൊരു കാര്യങ്ങൾ തുടങ്ങുമ്പോൾ നമുക്കൊരു ലിസ്റ്റ് ആവശ്യമാണ്. അതുപോലെ ലിസ്റ്റ് ഇടും. ഒരു 300-350 ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റിൽ 10 ആളുകളെ സെലക്ട് ചെയ്യൂ. 10 ആളുകൾക്ക് പറഞ്ഞു കൊടുക്കും. 10 ആളുകൾ നോ പറഞ്ഞാല് എനിക്കൊരു പ്രശ്നമില്ല. ആ 10 ആളുകൾ ഞാൻ എന്താക്കുക, കസ്റ്റമറായിട്ട് മാറ്റും. കസ്റ്റമറായിട്ട് മാറ്റി ഒരു ഞാൻ പെട്ടെന്ന് പറയാൻ ഭയങ്കര എളുപ്പമാണ്, പക്ഷെ ചെയ്യാൻ കുറച്ച് കഷ്ടപ്പാടാണ്. എന്ന് വെച്ചാൽ പറയുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. ആ കസ്റ്റമറാക്കി മാറ്റിയെടുക്കണമെങ്കിൽ ചിലപ്പോ 1-2 തവണ അവരെന്താക്കണം, നമ്മൾ ഫോളോ ചെയ്യേണ്ടി വരും. ചിലപ്പോ അവർക്ക് നമ്മൾ ഈ ഉൽപ്പന്നങ്ങൾ ഇതാകുന്ന സാമ്പിൾ ഉപയോഗിച്ച് നോക്ക്, ഉപയോഗിച്ചിട്ട് നല്ലതാണെന്ന് തന്നാൽ മതി പൈസ, അങ്ങനെ പറഞ്ഞ പേസ്റ്റ് ഒക്കെ കൊടുത്തായിരുന്നു. അവരൊക്കെ ഇന്ന് എന്റെ സ്ഥിരം കസ്റ്റമർ. ഇത് ഉപയോഗിച്ചാൽ നല്ല സാധനം, ഒരു മുടക്കവും ഇല്ല. ഉപയോഗിച്ച ആളുകളൊന്നും പറയില്ല, സാധനത്തിന് ഒരു മോശവും പറയാനില്ല എന്ന് നമുക്ക് ഉറപ്പാണ്. നമുക്കിതൊന്ന് വിൽക്കാനുള്ള ഒരു മനസാക്ഷി, വിൽക്കാനല്ല ഈ ഒരു അത് അവരെ കയ്യിലേക്ക് എത്തിക്കാനുള്ള ഒരു മനസാക്ഷി നമ്മൾ കാണിച്ചു കൊടുത്താൽ മതി. അങ്ങനെയാവുമ്പോൾ ഫീൽഡിൽ ഇറങ്ങി പണിയെടുക്കുക, പഠിക്കുക, നമ്മൾ ഇഷ്ടപ്പെടുക, എന്നാൽ നമ്മൾ രക്ഷപ്പെടും. അതിലൊരു സംശയമില്ലാത്ത കാര്യം. ഒരു ലേഡിയായ എനിക്ക് ഒരുപാട് പരിമിതികൾ വെച്ചിട്ട്, ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഞാൻ ഈ ഒരു ബിസിനസ് ചെയ്തത് കേട്ടോ. അപ്പൊ ഇന്ന് കഷ്ടപ്പാടില്ല, എനിക്ക് ഇന്നും കഷ്ടപ്പാടുണ്ട്. പക്ഷെ അതൊക്കെ ഞാൻ അങ്ങ് മറന്നു കളയുന്നത് എന്താണോ, കണ്ടിന്യൂ സീലിംഗ് അടിച്ചുകൊണ്ട് ഈ തരുവനങ്ങാടിയില് നല്ലൊരു വരുമാനം വാങ്ങുന്ന ഒരു ലേഡി ആയിട്ട് മാറുക എന്നുള്ളത് ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടേയിരിക്കും. ഏതൊരു ഭാഗം നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ സ്വപ്നം കാണണം. സ്വപ്നം കാണാൻ നമുക്ക് അത്യാവശ്യം. ഞാൻ കാണുന്ന സ്വപ്നങ്ങൾ എന്ന് വിചാരിച്ചാല് വലിയ വീടോ കാറോ അങ്ങനെയൊന്നുള്ള സംഭവങ്ങളല്ല. ഒരുപാട് ആളുകൾ ഇതിന് ഇറങ്ങി അപ്പൊ കളിയാക്കിയിരുന്നു. ഇങ്ങനെ ഇപ്പൊ ഇത് റെഡിമെയ്ഡ് ഷോപ്പും ടൈലറൊക്കെ ഒഴിവാക്കി ഇപ്പൊ മരുന്ന് വിൽക്കല പണി. എന്തോ ഒരു മരുന്നുണ്ട്, ആൾപ്പറ്റിക്കുന്ന മരുന്നുമായിട്ട് ഇപ്പൊ നടക്കല്. അങ്ങനെ പറഞ്ഞ കുറച്ച് ആളുകൾ എന്റെ മുമ്പിലുണ്ട്. അവർക്ക് ഇതൊരു മരുന്ന് വിൽക്കലല്ല, ഇത് നല്ലൊരു ബിസിനസ്സാ, നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ എടുക്കാൻ പറ്റുന്ന നല്ലൊരു ബിസിനസ്സാന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്ന് മാത്രമേ ഞാൻ എന്താക്കിയിട്ടുള്ളൂ, കരുതിയിട്ടുള്ളൂ. അതുപോലെ ഞാൻ കണ്ടതുപോലെ തന്നെ നിങ്ങൾ ഇത് ഏറ്റെടുത്ത് നല്ലൊരു ബിസിനസ് ആയിട്ട് ആളുകളോട് പറയാൻ ഒരു മടിയും വേണ്ട. ഞാനൊരു ബസ്സിൽ യാത്ര ചെയ്യുകയാണെങ്കിലും, വേറെ എവിടെയെങ്കിലും ഒരു കല്യാണപ്പുരയിലാണെങ്കിലും, ഒരു വീട്ടിൽ കൂടലാണെങ്കിലും ഞാൻ കുറച്ച് അപ്പോയിന്റ്മെന്റുകൾ വാങ്ങും. എല്ലാ ആളുകളോടും പരക്കെ ഞാൻ ഈ ഒരു ബിസിനസ് പറയലില്ല. കാരണം വെച്ചാൽ പിന്നെ നമുക്ക് ഒരിക്കലും എന്തെങ്കിലും അപ്പോയിന്റ്മെന്റ് കിട്ടൂല. പിന്നെ ഒരുപാട് നമ്മളെ പ്രൊഡക്റ്റുകൾ ഞാൻ സ്റ്റാറ്റസ് ഇടലില്ല. കാരണം എന്ന് വെച്ചാൽ അപ്പോയിന്റ്മെന്റ് കുറഞ്ഞു. ഇത് എലമെന്റ്സിന്റെ പരിപാടി ചെയ്യുന്നുണ്ട്, അതിനുള്ള വിളിക്കുന്നത്, അല്ലാണ്ട് ഇതുവരെ ഒന്ന് വിളിച്ചു നോക്കാൻ തോന്നിയില്ല എന്ന് ആൾക്കാർ പറയൂ. അതുകൊണ്ട് അത്രയ്ക്ക് അങ്ങ് പ്രൊഡക്റ്റ് വെക്കലില്ല. ഇത് പ്രോഗ്രാമുകൾ വെക്കും. അപ്പൊ നീ എന്ത് പരിപാടിയിലാണ് പങ്കെടുത്തതെന്ന് ചോദിച്ചാൽ ഒരുപാട് ആളുകൾ വിളിക്കുകയും എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കൈമാറാനൊക്കെ സാധിച്ചിട്ടുണ്ട്. പക്ഷെ പ്രൊഡക്റ്റുകൾ വെക്കുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നത് 100-500 ആളുകൾ കാണും എന്റെ ഒരു സ്റ്റാറ്റസ് കാര്യങ്ങളൊക്കെ.
അപ്പൊ അവർക്ക് നമ്മൾ അപ്പോയിന്റ്മെന്റ് കുറഞ്ഞു പോകുന്നതിന് പ്രൊഡക്റ്റ് ഞാൻ അത്രക്ക് വെക്കാറില്ല. പക്ഷെ പ്രോഗ്രാമുകളൊക്കെ ഞാൻ വെക്കാറുണ്ട്. കാരണം എന്ന് വിചാരിച്ചാല് ഇതിൽ തളർന്നു പോയിട്ടില്ല, ഇതിന്ന് വളർന്നു വരുന്നേ ഉള്ളൂ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നിങ്ങളും ഈ ഒരു എന്തിനായാലും നമ്മുടെ ഒരു GTS ആയാലോ ഒരു മീറ്റിംഗ് ആയാലോ രാത്രി എന്തായാലും നമ്മൾ പങ്കെടുക്കണം എന്ന് പറയുന്നത് എന്താണ്, പെട്ടെന്ന് ഇപ്പൊ ഒരു കർഷകന്റെ അടുത്ത് പോവാന്ന് വിചാരിച്ചാ, ഒരു കർഷകന്റെ അടുത്ത് പോകുമ്പോൾ അവർ ചോദിക്കും ഭൂവസ്ത്രം എന്തിനൊക്കെ ഉപയോഗിക്കുന്നത്, ഭൂവസ്ത്രം എന്തൊക്കെ അടങ്ങിയിട്ടില്ല. അപ്പൊ നമുക്ക് ആ സ്പോട്ടിന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി സാധിക്കണം. ആ ഭൂവസ്ത്രനെ കുറിച്ച് ചോദിക്കുമ്പോ ഒന്ന് ലീഡർ വിളിക്കട്ടെ, ലീഡറോട് ചോദിക്കട്ടെ കേട്ടോ ഇതെന്താണ്. അപ്പൊ തന്നെ അവര് എന്താക്കും, ഇതൊന്നും അറിയില്ല, ഇതൊന്നും അറിയാണ്ട് എന്തോ ഒരു സാധനം എടുത്ത് വന്നതാ, അതുകൊണ്ട് ഇതൊക്കെ എന്റെ കൃഷി നശിച്ചു പോകുന്നുള്ള ഒരു പേടി അവർക്ക് വരും. അങ്ങനെ പേടി ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മൾ കോൺഫിഡന്റ് ആയിട്ട് നമുക്കിതിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങളും ഇതെന്തിനൊക്കെ ഉപയോഗിക്കുന്നു, ഇതുകൊണ്ടുള്ള മെച്ചങ്ങൾ എന്താ, ഇത് നിങ്ങളെ നമ്മളതോ അവരുടെ ഇംഗ്ലീഷ് വളമായിട്ടുള്ള ഗുണങ്ങൾ എന്താ, ഇതിടുമ്പോ എത്ര പൈസ ചെലവ് വരും, അങ്ങനെ അത് കറക്റ്റായിട്ട് അങ്ങ് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഏതൊരു കർഷകനും ഫസ്റ്റ് ഇതെടുക്കും. ഫസ്റ്റ് ഇത് എടുത്ത് കിട്ടിയാൽ പിന്നെ നമ്മൾ രക്ഷപ്പെടും. പിന്നെ ഒരുപാട് ഗുണങ്ങളുണ്ട്. നല്ല പച്ചപ്പില് നല്ല വളർച്ച, സാധാ ഇംഗ്ലീഷ് ഇതിനൊരു ഒരുപാട് ഇരട്ടി വളർച്ച കിട്ടും. അപ്പൊ അവരെന്തായാലും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ വിളിച്ചോളും. അങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പൊ കർണാടകയില് കർണാടക ഭാഗത്തിന് ആൻപോസ്റ്റ് വേലൂർ എന്ന് പറയുന്ന സ്ഥലം ഞാൻ കണ്ടിട്ടേ ഇല്ല. കാരണം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഈ ഒരു ബിസിനസ്സിൽ എതിർത്ത കുടുംബക്കാരാട്ടോ. നാട്ടുകാരെ പിന്നെയും സഹിക്കായിരുന്നു, കുടുംബക്കാരെ ആങ്ങളാറോ ഇങ്ങനെ എല്ലാവരും നല്ലൊരു ജോലി കിട്ടി, ജോലിക്ക് വരെ പോവാണ്ട് ഇപ്പൊ ഇതും കിട്ടി ഇങ്ങനെ നടക്കുക, ഇങ്ങനെ നടന്നു പോകണം, ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കണം, ദിവസം ഒരു സ്വസ്ഥത ഉണ്ടാവില്ല എന്ന് പറയുന്ന ആളുകള് എന്റെ കൂടെ കൂടി എന്നുള്ളതാ. ഇങ്ങനെ ഈ ഉൽപ്പന്നങ്ങൾ എന്റെ ആങ്ങളക്ക് കൊടുത്ത് ആങ്ങളത് ഉപയോഗിച്ച് അങ്ങനെ ഞാനൊരു GTS എത്തിച്ച്. GTS എത്തിച്ചപ്പോ ആ GTS പറഞ്ഞൊരു കാര്യമുണ്ട്. 10 രൂപയുടെ MRP 10 രൂപയുടെ ഒരു പേസ്റ്റ് നമ്മൾ വാങ്ങുകയാണെങ്കിൽ നമ്മളത് MRP 10 രൂപ കൊടുക്കണം. പക്ഷെ അത് ഉണ്ടാക്കാൻ ഒരു 4 രൂപയെ ചെലവ് വരുള്ളൂ. ഈ 4 രൂപ എടുത്തിട്ട് അതിലെന്ത് കണ്ടൻസ് ആയിരിക്കും എടുത്തിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാവുക, അത്ര ലോക്കലായ കണ്ടൻസുകളായിരിക്കും അതിലുള്ള. അങ്ങനെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, ലോക്കലായിട്ടുള്ള സാധനങ്ങൾ വേണം നിങ്ങൾക്ക്. അതല്ലെങ്കിൽ ഒരു 132 രൂപയുടെ പേസ്റ്റ് എന്തായാലും ഉണ്ടാക്കാൻ ഒരു 100 അല്ലെങ്കിൽ 80 ചെലവ് വരും. 80ന്റെയും 4ന്റെയും വ്യത്യാസം മനസ്സിലാക്കിയാൽ പോരാ. 4 രൂപ ചെലവാക്കിയിട്ട് ഉണ്ടാക്കുന്നത് 80 രൂപ ചെലവാക്കി ഉണ്ടാക്കുന്നതായിട്ട് ക്വാളിറ്റി ഉണ്ടാവുക ഈ ഒരു 80 രൂപേൻ്റെതാണ്. അപ്പൊ പറഞ്ഞു സംഭവം നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു, നല്ലൊരു GTS ആയിരുന്നു, ഉൽപ്പന്നങ്ങൾ ഞാനൊന്ന് ഉപയോഗിച്ച് നോക്കാം. അങ്ങനെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നോക്കി കൃഷിക്കുള്ള വളങ്ങളെ പറ്റി പരിചയപ്പെടുത്തി. അവന്റെ ഒരു ഫ്രണ്ട് കർണാടകയിൽ കൃഷി ചെയ്യുന്ന അയാൾക്ക് ഫ്രീ ആയിട്ട്, പൈസ വാങ്ങിയിട്ടല്ല കേട്ടോ കൊടുത്തത്, ഫ്രീ ആയിട്ട് അങ്ങനെ സാധനങ്ങൾ കൊടുത്ത് ഇന്ന് വളരെ ശക്തമായിട്ട് വേലൂർ എന്ന് പറയുന്ന സ്ഥലത്ത്, ഞാൻ വേലൂര് കണ്ടിട്ടില്ല, വേലൂർ എങ്ങനെയാന്ന് പോലും എനിക്കറിയില്ല, എന്നാൽ എന്റെ ബിസിനസ് അവിടെ നല്ല ഗ്രോത്ത് ആയിട്ട് പോകുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ അയാൾ അങ്ങ് ഏറ്റെടുത്ത്. അതാ ഞാൻ പറയുന്നത്, ഇന്നെ ആളുകൾ നമ്മുടെ കൂടെ വന്നിരിക്കണമെന്നില്ല, കുറച്ച് സമയം എടുക്കും. സമയം എടുത്താലും നമുക്ക് നാളുകളിൽ ആസ്വദിച്ച് ചെയ്യാൻ പറ്റിയ ബിസിനസ്സാണ്. ഇന്നെ ഇപ്പൊ ഒരുപാട് ആളുകൾ വന്നു, ഇന്നെ നമ്മൾ കോടീശ്വരന്മാരായാലും അതൊരു ബിസിനസ് ആയിട്ട് മാറൂല. കുറച്ച് കഷ്ടപ്പെട്ട് കുറച്ച് ഇഷ്ടപ്പെട്ടെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് അതൊരു ബിസിനസ്. ഒരുപാട് കഷ്ടപ്പെട്ടത് കൊണ്ടായിരിക്കും എനിക്ക് ഇന്ന് ഞാൻ പറഞ്ഞില്ലേ അന്നത്തെ എഫേർട്ട് ഇന്ന് എടുക്കേണ്ടി വന്നിട്ടില്ല എന്ന്. കാരണം എന്ന് വിചാരിച്ചാൽ ഇന്ന് എന്റെ താഴെയുള്ള ആളുകൾ അങ്ങ് ചെയ്യുന്നുണ്ട്. അങ്ങനെയായിരിക്കണം നമ്മൾ ഈ ഒരു ബിസിനസ്സിനെ നമ്മൾ കാണേണ്ടത്. നമ്മൾ എന്നും കാണേണ്ടത് അതാ. എന്നും നമ്മൾ പണിയെടുത്തുകൊണ്ടേയിരിക്കുക എന്നുള്ളതല്ല, നമ്മുടെ താഴെയുള്ള ആളുകൾക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി, അത് ഈ താഴെയുള്ള ആളുകൾക്ക് മനസ്സിലാക്കി അവർ നമ്മളെ കൂടെ നിൽക്കണമെങ്കിലില്ലേ അവർക്ക് വരുമാനം കിട്ടണം. ഏതൊരാളായാലും ഏതൊരു വ്യക്തിയായാലും നോക്കുമെന്നോ വരുമാനങ്ങൾ ഉണ്ടോന്ന്. വരുമാനങ്ങൾ കിട്ടിയാലേ ആരായാലും ഇത് ഏറ്റെടുത്തങ്ങ് ചെയ്തോളൂ, അത് ഉറപ്പുള്ള കാര്യം. വരുമാനം കിട്ടുന്നുള്ളൊരു ഉറപ്പ് അവർക്ക് ഉണ്ടെങ്കിലും ഇതൊരാളെ പറ്റിക്കലല്ല എന്ന് മനസ്സിലാക്കി കൊടുത്താലും ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റിയ ഒരുപാട് ആളുകൾ നമ്മുടെ പരിസരത്ത് തന്നെ ഉണ്ട്. ബെന്നി സാർ എന്നോട് പറയുമായിരുന്നു, മാമി തരുവണയിൽ മാത്രമല്ല കേട്ടോ മൈ ലൈഫിന്റെ ആളുകളുണ്ട്. പക്ഷെ തരുവണ തന്നെ ഉണ്ട് മൈ ലൈഫിന് 2,10,000 കിട്ടാനുള്ള ആളുകൾ. തരുവണയിൽ തന്നെ നോക്കിയാൽ തരുവണ ഒരു ചെറിയൊരു ചുറ്റുവട്ടം എടുത്താൽ തന്നെ 2,10,000 വാങ്ങാൻ പറ്റിയ ആളുകൾ എന്റെ ചുറ്റുവട്ടം തന്നെ ഉണ്ട്, കസ്റ്റമർ ആയിട്ട് വരാനുള്ള ആളുകൾ.
അങ്ങനെ നമ്മൾ എന്താക്കണം, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആളുകൾക്കും ആദ്യം ഞാൻ ചുറ്റുവട്ടത്തുള്ള ആളുകൾക്ക് പരിചയപ്പെടുത്താറില്ല. കാരണം എന്താണോ, ഏറ്റവും കൂടുതൽ നമ്മൾ നെഗറ്റീവ് ആക്കുന്നവരാ. അതുകൊണ്ട് നമ്മൾ എന്താക്കും, നമ്മുടെ കുടുംബക്കാർക്ക്, അയൽവാസികൾക്ക്, അടുത്ത സുഹൃത്തുക്കൾക്കൊന്നും ഇത് പറഞ്ഞു കൊടുക്കാറില്ല. കാരണം വെച്ചാൽ അവര് നമ്മളെയും കൂടെ അങ്ങ് നെഗറ്റീവ് ആക്കിക്കളയും. ആരെന്ത് പറഞ്ഞാലും, അതെന്തിന് ഇത് നമ്മളങ്ങ് പൊളിഞ്ഞു പോലെ കമ്പനി അങ്ങ് എടുത്തു കളയെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താക്കണം, അത് വിശ്വസിക്കാതെ നമ്മുടെ മനസ്സിനെ നിലനിർത്തി നമ്മൾ ആ കോൺഫിഡന്റോട് കൂടെ ഇറങ്ങി ചെയ്യുകയാണെങ്കിൽ വിജയിക്കുന്നുള്ള കാര്യം ഉറപ്പുള്ള കാര്യ. ഞാൻ എല്ലാ ഭാഗത്തുനിന്നും എല്ലാ നെഗറ്റീവുകളും കേട്ടിട്ടു. ഇപ്പൊ അന്ന് ഫസ്റ്റ് ഇത് ചെയ്യുമ്പോ, ഇപ്പൊ ഞാൻ 2.5 വർഷമായി തോന്നുന്നു കേട്ടോ ഷമീർ സാറെ കൂടെ ചെയ്യാൻ തുടങ്ങിയിട്ട്. അന്ന് മുതൽ ഇന്ന് വരുമ്പോ കാണുന്ന ആളുകൾ പറയും, ഓ നിർത്തിയിട്ടില്ല അല്ലെ, അപ്പൊ ഇത് എന്തോ നല്ല കാര്യമുണ്ട്, നിർത്തിയിട്ടില്ല, ഇത് മുന്നോട്ട് പോകുന്നുണ്ട് അല്ലെ. അപ്പൊ ആളുകൾ മനസ്സിലാക്കാൻ തുടങ്ങിയത് ഇത് നിർത്തിപ്പോകുന്ന പരിപാടിയല്ല, ഒരു മോശമായിട്ടുള്ള ഒരു പരിപാടിയാണ്. നമ്മൾ 1-2 വർഷം കൊണ്ട് എന്തായാലും തീരുമാനമാവും. ഒന്നെങ്കിൽ അത് പൊട്ടും, അല്ലെങ്കിൽ അത് മുന്നോട്ട് പോകും. അതിലെന്താ, ഇത് മുന്നോട്ട് പോയത് കൊണ്ട് ഇത് നല്ല കാര്യമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇന്നും ഞാൻ നിങ്ങളോട് പറയാം, നമ്മൾ ആളുകൾക്ക് ഈ ഓപ്പർച്യൂണിറ്റി കൈമാറി. എല്ലാരും നമ്മളെ കൂടെ വന്നില്ല എന്നുള്ള എന്താ പറയുക, ഒരു വിഷമം നിങ്ങൾക്ക് വേണ്ട. കസ്റ്റമറായിട്ട് ആളുകൾ നമ്മളെ കൂടെ ഉണ്ടാവും. ഉൽപ്പന്നങ്ങൾക്ക് ഒരു മോശവും പറയാനില്ല. പിന്നെ നിങ്ങളെല്ലാവരും നല്ല ലീഡർമാരാണ്, നിങ്ങളൊന്നും കുറ്റം പറയാൻ ആർക്കൊന്നുമില്ല. പിന്നെ നമ്മളെ നയിക്കുന്ന നല്ലൊരു ടീമാണ്, ആ ടീമിനെയും കുറ്റം പറയാനില്ല. നമ്മൾ പണിയെടുക്കുക എന്നുള്ളത് മാത്രം. പണിയെടുക്കാണ്ട് വെറുതെ കിട്ടുന്ന ഒരു മേഖലയിൽ ഞാൻ നോക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ പണിയെടുത്താൽ തന്നെ കിട്ടുള്ളൂ. ഈ ഒരു മേഖലയിൽ ഞാൻ മനസ്സിലാക്കി, പണിയെടുത്താല് നമ്മൾ ഇഷ്ടപ്പെടുന്ന വരുമാനം കിട്ടാൻ സാധിക്കും. ആ 30,000 ഒരുമിച്ച് എന്റെ അക്കൗണ്ടിൽ വന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കിയതാ, 30,000 ഒരുമിച്ച് ഒരാഴ്ചയിൽ വാങ്ങാൻ എനിക്ക് എത്ര ടൈലർ ചെയ്താലും എനിക്ക് സാധിക്കില്ല. ഒരു വേറെ കച്ചവടത്തിലും സാധിക്കില്ല. അല്ലെങ്കിൽ നമ്മൾ സ്ഥലക്കച്ചവടം, അങ്ങനെ വലിയ എന്താ പറയാ, അങ്ങനെയുള്ള കച്ചവടങ്ങൾക്കൊക്കെ പോകേണ്ടി വരും. സാധാ ഒരു കച്ചവടക്കാരനിക്ക് ആ 30,000 ഒരാഴ്ചയിൽ വാങ്ങാൻ സാധിക്കില്ല. ലാഭമായിട്ട് കേട്ടോ, ഒരു മുതൽ മുടക്കിലല്ലല്ലോ വന്നത്. അതെനിക്ക് ഒരു മുതൽ മുടക്കാതെ എന്താ വെച്ചാൽ ഞാനൊരു ബിസിനസ് ചെയ്തെന്നുള്ളതിന് കിട്ടിയൊരു വരുമാനല്ലേ. അങ്ങനെ കിട്ടാൻ പറ്റുന്ന ഒരേ ഒരു മേഖല ഈ ഒരു മൈലേജ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് മാത്രമേ ഉള്ളൂ. വേറെ ഏത് മേഖലയിൽ പോയാലും ഇങ്ങനെ കിട്ടും നിങ്ങൾ വിചാരിക്കുന്ന. പിന്നെ കിട്ടാതിരിക്കില്ല, നമ്മൾ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്താല്. നമ്മൾ ഒരുപാട് പൈസ എടുത്ത് നിങ്ങൾക്ക് എറിയാനുണ്ടോ, നിങ്ങൾക്ക് കിട്ടും, അത് ഞാൻ പറയുന്നില്ല, എന്ത് കിട്ടൂല എന്ന് പറയുന്നില്ല. പക്ഷെ ഒരു 5,000 മുടക്കിയിട്ട് ഇത്രയും നല്ല വരുമാനം വാങ്ങാൻ പറ്റിയ ഒരു മേഖല ഈ ഒരു മേഖല മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഏറ്റെടുത്ത് ഇഷ്ടപ്പെട്ട് ചെയ്തോളൂ, പഠിച്ച് ചെയ്തോളൂ. പഠിക്കണം എന്നുള്ള കാര്യം പറയുന്നത്, പഠിച്ചാൽ മാത്രമേ എന്തുള്ളൂ, നമ്മൾ ഇതിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ കേൾക്കുന്ന ആളുകൾക്ക് എന്തൊക്കെയോ അറിയാം, എന്തൊക്കെയോ കിട്ടിയതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളിത് പഠിച്ചിട്ട് ആ കോൺഫിഡന്റോട് കൂടെ കാര്യങ്ങൾ പറയുമ്പോ. ഞാൻ ഈ ഒരു ബിസിനസ് ഒരു വാർഡ് മെമ്പറോ ജില്ലാ പഞ്ചായത്ത് മെമ്പറോ എനിക്ക് ഓർമ്മയില്ല പറഞ്ഞു കൊടുത്ത്. അപ്പൊ ഞാൻ എന്റെ ലീഡറെയും കൂട്ടിയിട്ടാ പോയത്. ഞാൻ എവിടെ ലീഡറെ കൂട്ടി പോകുമ്പോൾ പറയും, സാറേ എല്ലാ വിധത്തിലുള്ള ആളുകൾ ഉണ്ടാവും, എല്ലാരും ചിലപ്പോ നമ്മള് കാണുന്നത് പോലെ കാണണമെന്നില്ല, അപ്പോയിന്റ്മെന്റിലൂടെ പോകുന്ന ആളുകൾ എന്നാലും പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് സാറ് ഞാൻ ആദ്യം എന്താക്കാം, സാറെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്തിട്ട് ഞാൻ അവരെ ഒന്ന് പരിചയപ്പെടുത്തി പോകുന്ന സമയത്ത് സാറിന് ഇന്ന ആളുകളാ ഇന്ന രീതിയിൽ ചിലപ്പോ പ്രതികരിക്കാൻ സാധിക്കും, അങ്ങനെയൊക്കെ. അപ്പൊ ഇവർക്ക് ബിസിനസ് പറഞ്ഞു കൊടുത്തപ്പോ ഇയാൾ പറഞ്ഞ്, എനിക്കിതൊന്നും വേണ്ട, ഞാനൊരു വാർഡ് മെമ്പറാ, എനിക്കിതൊന്നും പറ്റൂല, ഇതൊന്നും എന്നോട് പറഞ്ഞു തന്നിട്ട് കാര്യമില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, വാർഡ് മെമ്പർമാർ പല്ലേക്കൂലേ, വാർഡ് മെമ്പർമാർ കുളിക്കൂലേ, അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു പ്രൊഡക്റ്റ് നമ്മളെ കയ്യിലില്ല. ലാസ്റ്റ് ഇതൊന്നും എനിക്ക് പറ്റിയതല്ല, ഇതൊന്നും ഞാൻ ഉപയോഗിക്കാൻ പറ്റിയതല്ല എന്ന് പറഞ്ഞ ആള് 1,500 രൂപയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങിയിട്ട് നമ്മൾ തിരിച്ചു വന്നത്. ഇന്നും അയാൾ എന്റെ സ്ഥിരം കസ്റ്റമറാണ്. നമ്മളത് പറഞ്ഞു കൊടുക്കുന്ന രീതി എന്നുവെച്ചാൽ, വാർഡ് മെമ്പർ വല്ലേക്കൂല, നിങ്ങളെ നാട്ടിലുള്ള വാർഡ് മെമ്പർമാരൊന്നും വല്ലേക്കലില്ലേ, കുളിക്കലില്ലേ, അവിടെ പാത്രം കഴുകില്ലേ, ബാത്റൂം കഴുകത്തില്ലേ. അപ്പൊ നല്ല പ്രൊഡക്റ്റുകൾ പരിചയപ്പെടുത്തി കൊടുത്തിട്ട് അവര് തീരുമാനങ്ങൾ എടുത്തോളൂ. ആ തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ നമുക്ക് അത്ര പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയണം. ഇപ്പൊ ഹാർപ്പിക്കിനെ കുറിച്ച് തലങ്ങും വിലങ്ങും എങ്ങനെ ചോദിച്ചാലും ഞാൻ പറഞ്ഞു കൊടുക്കും. അതെന്താണോ, ഞാൻ വീട്ടില് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ഉൽപ്പന്നങ്ങൾ പഠിക്കും.
ഇപ്പൊ നിങ്ങൾ പഠിക്കുന്നത് പഠിച്ചാലേ നമുക്കിത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് വെറുതെ ഞാനും മൈലേജ് ചെയ്യുന്നുണ്ട്, ഞാനും ഇതിൽ കുറെ ആയി ചെയ്യുന്നു, എനിക്ക് വലിയ വരുമാനങ്ങളൊന്നും ഇല്ല, അങ്ങനെ അങ്ങ് തട്ടി മുട്ടി പോകുന്നു പറയാതിരിക്കാതെ നന്നായിട്ട് പഠിച്ച് ഒന്ന് ലിസ്റ്റ് ഇട്ട് ഒന്ന് ഇറങ്ങി തിരിച്ച് ചെയ്യുകയാണെങ്കിൽ വിജയിക്കുന്നുള്ള കാര്യം ഉറപ്പാ. ഈ ഒരു മീറ്റിങ്ങിലുള്ള എല്ലാ ആളുകൾക്കും പറഞ്ഞതുപോലെ ചെയ്തപ്പോ എനിക്ക് രക്ഷപ്പെടാൻ സാധിച്ചെന്ന് പറയാൻ വേണ്ടി സാധിക്കും. ഇതിലൊരുപാട് കാണുന്ന ആണുങ്ങളെ കാണുമ്പോൾ എനിക്ക് കുത്തുക. കാരണം എന്താന്നോ, സമയപരിധിയില്ല. 6 മണിക്ക് വീട്ടിലെത്തണം എന്നുള്ള ഒരു കണ്ടീഷനും ഒരാളെയും പേടിക്കാനില്ല. ഇപ്പോഴത്തെ ആണുങ്ങന്മാർക്ക് ഭാര്യമാർ പേടിയുണ്ടെന്ന് തോന്നുന്നു, പക്ഷെ എന്നാലും ഞാൻ പറയാം, ആരെയും പേടിക്കാനില്ല. ഏത് സമയത്ത് എത്ര വേണമെങ്കിലും ചെയ്ത് എത്ര വേണമെങ്കിലും വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. പെണ്ണുങ്ങളെ പോലെ ഒരു പരിമിതിയില്ല. വീട്ടിൽ ജോലി ചെയ്യണമെന്നില്ല. വീട്ടിൽ നിങ്ങൾ വന്നിരുന്നാൽ ആ മേശപ്പുറത്ത് ഫുഡ് എത്തുന്ന സംവിധാനം ഇങ്ങക്കുണ്ട്. നമുക്ക് പക്ഷെ അത് എത്തിച്ചു കൊടുക്കണം. അതുകൊണ്ട് പറയാ, ഏറ്റെടുത്ത് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറയും, സാറേ ആണുങ്ങൾ വരണം ബിസിനസ്സിൽ. ആണുങ്ങൾ വന്നാല് പെണ്ണുങ്ങൾ നന്നായിട്ട് സെയിൽ ചെയ്യും, പക്ഷെ ഇതില്ല, ടീമിനെ സെറ്റ് ചെയ്തിട്ട് ആ ഒരു ഗ്രോത്ത് ഉണ്ടാക്കാൻ സാധിക്കുക പുരുഷന്മാർക്ക്. അതുകൊണ്ട് ഒരുപാട് പുരുഷന്മാരെയാ കാണുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്തോ, ഏറ്റെടുത്തിട്ട് ചെയ്തോളൂ, ഒരു സംശയമില്ല. ചോദിച്ച സംശയമില്ല. ഒരു ലേഡിയായ ഇത്രയും പരിമിതികൾ ഉണ്ടായിട്ട് ഒരുപാട് ആളുകൾ എതിർത്തിട്ട് ഇങ്ങനെ ഞാൻ പറയാം, ഒരു സപ്പോർട്ട് എനിക്ക് ഫസ്റ്റ് തന്നിട്ടില്ല. ഇപ്പൊ ഒരുപാട് ആളുകളെ സപ്പോർട്ടും കാര്യങ്ങളും ഇപ്പൊ ഞാനില്ല. തരുവണെന്ന് സമയം പാർത്തു പോയാല് എന്താ പറയാ, എനിക്കൊരു 10-15 അടി വെച്ചാൽ മതി എന്റെ വീട്ടിലേക്ക് എത്താൻ, ടൗണിൽ നിന്ന്. അത്രേ ഉള്ളൂ, നടക്കാൻ പോലും ഇല്ല. എന്നിട്ട് ഞാൻ എന്താ തരൂ, ഓട്ടോ കൂട്ടി വരും. എന്നിട്ട് ആളുകൾ കാണുന്നതിന് മരിച്ചു. 6 മണിക്ക് ശേഷം നല്ല മനുഷ്യന്മാരായ നിങ്ങൾക്ക് അറിയാലോ, വേഗം അത് എന്താക്കിയോളൂ, ഹസ്ബൻഡിനെ വിളിച്ച് പറഞ്ഞു കൊടുത്തോളൂ. 6 മണിക്ക് ശേഷം എന്റെ പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ടല്ലോ ടൗണില്, അത് മതി. അതുകൊണ്ട് അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ട് ത്യാഗം ചെയ്തിട്ട് എന്ന് ഞാൻ പറയാം, ഇത്രയും ത്യാഗം ചെയ്തിട്ട് ഈ ബിസിനസ് ചെയ്യാൻ കാരണം എന്താണോ, എവിടെയോ രക്ഷപ്പെടും. എവിടെയോ കൊണ്ട് നമ്മളെ കാത്തി എന്താ നിൽക്കുന്നത്, നമ്മളൊരു കോടീശ്വരനാവാൻ വേണ്ടി നിൽക്കുന്നു. എന്തായാലും ബിസിനസ്സിൽ വന്നിട്ട് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് വീട്ടിലിപ്പം പറയുകയാണെങ്കിൽ എനിക്കില്ല, വീട്ടിലിപ്പൊ 2 ഐഫോണാണ് മക്കൾക്ക്. കാരണം എന്ന് വെച്ചാൽ ബിസിനസ്സിന് കിട്ടിയ വരുമാനം തന്നെ. മോള് 10ാം ക്ലാസ് പാസ്സായി, 10A+ വാങ്ങി, മോക്കൊരു ഐഫോൺ വാങ്ങിക്കൊടുക്കുന്ന പറഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ല 30,000 ഒരുമിച്ച് ഒരാഴ്ച എനിക്ക് കയറിന്ന്. ആ സമയത്ത് അത് ഞാൻ മാറ്റി വെച്ചിട്ട് എന്റെ മോക്കൊരു ഐഫോണാണ് വാങ്ങിക്കൊടുത്തത്. 30,000 കിട്ടിയില്ല, പക്ഷെ വേറെ പൈസയും കൂട്ടിയിട്ടുണ്ട്. എന്നാലും ഈ ഒരു മൈലേജിന് ഒരു പൈസ കിട്ടുമ്പില്ലേ, അതൊരു സന്തോഷം. എല്ലാ ബുധനാഴ്ച 5:30 മണിയാവുമ്പോ മനസ്സിനൊരു കുളിർമ. എടുത്തു വെച്ച പണിക്കുള്ള കൂലി ഒരുമിച്ച് കിട്ടുക എന്ന് പറയുമ്പോൾ അതൊരു സന്തോഷം. അങ്ങനെ അത് ലക്ഷ്യങ്ങളാക്കി മാറ്റാൻ വേണ്ടി നമുക്കൊരു പ്രയാസവും ഇല്ല. നമ്മള് പ്ലാൻ കൊടുക്കുക, ഫോളോ അപ്പ് ചെയ്യുക, വെൽനസ് മീറ്റ് കൊടുക്കുക, അതൊന്ന് ക്ലോസ് ചെയ്യുക, പിന്നെ അത് അവരെ ബിസിനസ് ആക്കി മാറ്റിയെടുക്കുക. അവരെ ബിസിനസ് ആക്കി മാറ്റിയെടുക്കുക എന്ന് വെച്ചാല് നമ്മൾ എന്താണോ ചെയ്തത് അതേപടി അവർക്ക് പറഞ്ഞു കൊടുക്കുക. നമ്മൾ കൂടെ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ അവർക്ക് വേണം. എന്നും അവരെന്താക്കുക, ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ വരുമാനങ്ങൾ വരുമ്പോൾ ആരും എന്ത് ചെയ്യില്ല, ഇത് വിട്ടുകളയില്ല. അതുകൊണ്ട് ഞാൻ നിർത്തുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മുടക്കുണ്ടെങ്കിൽ പറയണം. കാരണം എന്ന് വിചാരിച്ചാല് എന്റെ മോക്ക് 7 മണിക്ക് പോകണം, എനിക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം. ഞാൻ 6 മണിക്ക് ഞാൻ വിളിക്കുന്ന ആളുകളോടെല്ലാം പറയാറ് 6 മണിക്ക് എനിക്ക് ബുദ്ധിമുട്ടാണ്. കാരണം എന്ന് വെച്ചാല് മോളെ വിടണം. മോക്ക് ഇവിടുന്ന് ഒരു 1 മണിക്കൂർ യാത്ര ഉണ്ട് പോവാന്. പണങ്ങോട് എന്ന് പറയുന്ന സ്ഥലത്താ പഠിക്കുന്നത്. അപ്പൊ ഞാൻ ഈ ഫുഡ് ഉണ്ടാക്കി കൊടുത്തു വേണം അവർക്ക് ഇറങ്ങാന്. അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയാം, ആരെങ്കിലും ഈ ഒരു ബിസിനസ്സിൽ വിജയിക്കൂല, ഇതൊരു തട്ടിപ്പാ, ഇതൊന്നും ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാൻ എന്നെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ മതി കേട്ടാ. അത്രക്ക് വരുമാനം കാണിക്കാനും പെർഫോമൻസ് അടിച്ചിട്ടുള്ള വരുമാനം, ലോയൽറ്റിക്കുള്ള വരുമാനവും എല്ലാ വരുമാനങ്ങളും എടുത്തു കാണിച്ചു കൊടുക്കാൻ എൻ്റെ ആപ്പിലുണ്ട്. പിന്നെ ആഴ്ചയിൽ വരുന്ന വരുമാനങ്ങളും ഇഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ചെയ്താൽ രക്ഷപ്പെടുന്നുള്ളൊരു ഒരു സംശയമില്ല. അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങൾ തയ്യാറായിക്കോളി. ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു വാക്ക് നിങ്ങൾ ആരുടെങ്കിലും ഒരു മനസ്സിൽ തട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഏറ്റെടുത്ത് ചെയ്തോളൂ. ഒരു സംശയമില്ലാത്തൊരു കാര്യം. അത്രയ്ക്ക് ഞാൻ പറയും, ഞാൻ കഷ്ടപ്പെട്ടതിന്റെ ഒരു 1/4 ഭാഗങ്ങൾ ഒരാൾ കഷ്ടപ്പെട്ടിട്ട് ഈ ഒരു ബിസിനസ് ചെയ്തിട്ടുണ്ടാവില്ല. അത്രയ്ക്ക് ഫുള്ള് നെഗറ്റീവുകളായിരുന്നു. നെഗറ്റീവ് എന്ന് വിചാരിച്ചാല്
ഇപ്പൊ ഞാൻ തയ്ക്കല് രാത്രിക്കാ. എന്ന് വെച്ചാൽ തയ്ക്കല് നമുക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന സംഭവമാണല്ലോ. യൂണിഫോം നമ്മൾ തയ്ച്ചു കൊടുക്കുന്ന ഒരുപാട് ആളുകളൊക്കെ ഉണ്ടാവും. അവരൊക്കെ ഞാൻ തയ്ക്കാൻ വാങ്ങാതിരിക്കില്ല. എന്താന്ന്, ആദ്യം നമുക്ക് കിട്ടിയ വരുമാനം അത് തന്നെയാണല്ലോ. അപ്പൊ ഞാനത് വീട്ടിൽ നിന്ന് രാത്രിക്ക് തയ്ച്ചു കൊടുക്കും. രാവിലെ ഞാൻ ഈ വർക്കിലിറങ്ങും. രാവിലെ വർക്കിൽ ഇറങ്ങൂല എന്ന് വെച്ചാൽ വീട്ടിലത്തെ പണിയൊക്കെ കഴിഞ്ഞ് ഒരു 11-11:30 പണിയാകുമ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഈ ഒരു വർക്കിലിറങ്ങും. ഈ ഒരു വർക്കിലിറങ്ങുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിറങ്ങാതെ കോടീശ്വരന്മാരുടെ എന്നെ ഉൾപ്പെടുത്തണേ, നല്ലൊരു ബിസിനസ് ആയിട്ട്, ആരെയും പറ്റിക്കാതെ ആരെയും ചതിക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ആക്കി മാറ്റി തരണേ. അങ്ങനെ പ്രാർത്ഥിച്ച് ഒരാളെയും പറ്റിക്കാതെ നമ്മളിത് ചെയ്യുകയാണെങ്കിൽ വിജയിക്കുന്നത് ഉറപ്പാണ്. പിന്നെ എല്ലാരും നമ്മളെ കൂടെ വരാത്ത എന്താണ്, ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ തരുവണത്തെ മൊത്തം ആളുകൾ ചെയ്താൽ ഇവിടെ കോടീശ്വരന്മാരെ കൊണ്ട് കളിയും ചെയ്യായിപ്പോ. എല്ലാരും കോടീശ്വരന്മാരാവില്ല, എല്ലാരും വിജയിക്കൂല. പക്ഷെ വിജയിക്കുന്നത്, കോടീശ്വരന്മാരാകുന്നത് സത്യസന്ധതയോടെ ഏറ്റെടുത്ത് ബിസിനസ് ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു കോടീശ്വരന്മാരിൽ നിങ്ങൾ ഉൾപ്പെടുത്തണമെങ്കിൽ പറഞ്ഞതുപോലെ ഒരാളെയും പറ്റിക്കാതെ, ആരെയും പറ്റിച്ചുകൊണ്ട് നമുക്കൊന്നും നേടാനില്ല. ആരെങ്കിലും പറ്റിച്ച ഞാൻ മനസ്സിലാക്കുന്ന കാര്യം എന്താണോ, ഇന്നല്ലെങ്കിൽ നാളെ അത് നമ്മളെ കയ്യിൽ നിന്ന് ഇരട്ടിയായിട്ട് ചെലവായി പോകുന്നു. അതുകൊണ്ട് പറ്റിക്കാനൊന്നും നിൽക്കാതെ സത്യസന്ധമായിട്ട് അവരെടുക്കുന്ന പർച്ചേസുകൾ അവരെ ഐഡിയകളിൽ തന്നെ ചെയ്ത് അവർക്ക് ഒരു 100 രൂപയെങ്കിലും കിട്ടിയപ്പോൾ അവര് ഹാപ്പിയാണ്. ഒരു മുതൽ മുടക്കില്ലല്ലോ, കൊടുക്കുന്ന പൈസക്കുള്ള സാധനം നമുക്ക് കിട്ടി, പിന്നെ നമുക്ക് കിട്ടുന്ന വരുമാനം നമുക്ക് ഹാപ്പിയാണല്ലോ. അതുകൊണ്ട് അങ്ങനെ കൊടുക്കാൻ നിങ്ങൾ തയ്യാറായിട്ട് ഒരു ബിസിനസ് ഏറ്റെടുത്ത് ചെയ്തോടി. ഞാനൊന്ന് ഇറങ്ങിക്കോട്ടെ.